ഇനി നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. പാലക്കാട് അട്ടപ്പാടി ചലക്കാട് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട്. RRT സംഘമെത്തി വനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ശ്രീകുമാരൻ പാലക്കാട് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീത്ത്, അവിടെ പാലക്കാട് പലയിടങ്ങളിലായി ഇത്തരം കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തുന്ന പതിവ് സംഭവമാണ്. ഇതിപ്പോൾ എവിടെയാണ് ഈ ചലക്കാട് എന്ന് പറയുന്ന സ്ഥലം? അവിടെ ഇപ്പോഴും ഭീതി പരത്തുകയാണോ കാട്ടാനക്കൂട്ടം? ഇപ്പോഴെന്നല്ല പ്രജിൻ, അത് കുറച്ച് ദിവസങ്ങളായി കാട്ടാനക്കൂട്ടം ആ മേഖലയിൽ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ ചീരക്കടവ് പ്രദേശത്ത്, ഇതും ചീരക്കടവ് മേഖലയാണ്, ഈ ചീരക്കടവ് മേഖലയിൽ കാട്ടാനക്കൂട്ടം ഭവാനിപ്പുഴ കടന്ന് മുകളിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ 24 എക്സ്ക്ലൂസീവായി നമ്മൾ നൽകിയിരുന്നു. അതിനുശേഷം ഇതിനെ ഒരു പരിധിവരെ പടക്കം പൊട്ടിച്ചും വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കിയും RRT സംഘവും നാട്ടുകാരും ഒക്കെ കാട് കയറ്റുന്നുണ്ട്. എന്തായാലും ഒരു ആദിവാസി വയോധികൻ മല്ലൻ എന്നയാൾ മരിച്ചതും സമാനമായ രീതിയിൽ ഈ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം മൂലമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ചവിട്ടേറ്റ് ഇത്തരത്തിൽ മല്ലൻ എന്ന ആദിവാസി വയോധികൻ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുതിയ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അട്ടപ്പാടി പൊമ്മിയാമ്പടിയിൽ ഇന്ന് പുലർച്ചെ 3:30 ജഗദീഷ് എന്നയാളുടെ വീട്ടിലേക്ക് ഗേറ്റ് തള്ളി തുറന്ന് കാട്ടാന കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കാട്ടാനക്കൂട്ടവും മറ്റൊരു കാട്ടാനയും പരിസരങ്ങളിൽ തുടരുക തന്നെയാണ്. വ്യാപകമായ തോതിൽ കൃഷി നശിപ്പിക്കുന്നുണ്ട്. ആളുകൾക്ക് രാത്രിയൊന്നും റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം, കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് കാട്ടാനകൾ തൊട്ടടുത്ത മേഖലയിൽ നിന്നാൽ പോലും കാണാത്ത അവസ്ഥ. എന്തായാലും RRT സംഘം പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് വനത്തിൽ ഇത്രയധികം ഭക്ഷണവും തീറ്റയും ഒക്കെ വെള്ളവും ഒക്കെ ഉണ്ടായിട്ടും കാട്ടാനകൾ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത തരാൻ ഇതുവരെ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കാട്ടാനക്കൂട്ടം അതിനൊന്നും വഴങ്ങാതെ കാട് കയറാതെ നിൽക്കുകയാണ്. ഈ ഒറ്റക്കൊമ്പനും സമാനമായ രീതിയിൽ പൊമ്മിയാമ്പടി മേഖലയിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഗേറ്റ് തള്ളി തുറന്ന് വീടുകളിലേക്കൊക്കെ പ്രവേശിക്കുന്നു, കൃഷിനാശം വരുത്തുന്നു. അതാണ് ഈ പൊമ്മിയാമ്പടിയിലെ കൊമ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ദൃശ്യങ്ങൾ കാണാൻ സുന്ദരമാണെങ്കിലും കാട്ടാനകൾ റോഡിലേക്ക് ഇറങ്ങുന്നതും അതുപോലെ തന്നെ നാട്ടിലെ കൃഷിനാശം വരുത്തുന്നതും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് കർഷകർക്കും നാട്ടുകാർക്കും. ശ്രീകുമാറിനാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും.